ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിന് വൈകിയെത്തിയ വി.ഡി. സതീശനെ കുറിച്ചുള്ള കെ. സുധാകരന്റെ അസഭ്യം പറച്ചിൽ പെട്ടെന്നുള്ള വികാരപ്രകടനമായി കാണാമായിരുന്നു. ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളും അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അതല്ല സ്ഥിതി. ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടില്ലെന്ന് മാത്രമല്ല, ഇന്ന് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം തന്നെ ഒഴിവാക്കി. അപ്പോൾ മനസ്സിലാക്കാം, പ്രശ്നം സീരിയസ് ആണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഒരുമിച്ച് വരാത്ത KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കുന്നത്? ആലപ്പുഴയിൽ പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് പോകും മുൻപേ ദേശീയ നേതൃത്വം ഇടപെട്ടെങ്കിലും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണണമെന്ന നിർദ്ദേശം ഇരുവരും ചെവിക്കൊണ്ടിട്ടില്ല. എങ്കിലും ഇരുവരും തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് കാണിക്കാൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന് പരസ്പരം പുകഴ്ത്തലും ഇത്തവണയും കണ്ടു. കേൾക്കുന്നവർക്കറിയാം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന എതിർപ്പ് എത്രയെന്ന്. നേതൃതലത്തിൽ ഐക്യം ഉറപ്പാക്കാനാണ് സമരാഗ്നി എന്ന പേരിൽ റാലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തുടങ്ങിയത്. സാധാരണഗതിയിൽ പാർട്ടി ജാഥ നയിക്കേണ്ടത് KPCC അധ്യക്ഷനാണെന്നാണ് കോൺഗ്രസിന്റെ കാലാകാലങ്ങളായുള്ള രീതി. എന്നാൽ ഇതിന് വിപരീതമായി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നയിക്കുന്ന യാത്രയാണ് ഇത്തവണ. ആളെ കൂട്ടാൻ താഴെത്തട്ടിൽ നേതാക്കൾ പണിയെടുക്കുകയും ചെയ്തു. പക്ഷേ ആലപ്പുഴ എത്തുമ്പോഴേക്ക് കഥ മാറി. ഉള്ളിലുള്ള അനൈക്യം മറ നീക്കി പുറത്തു വന്നു. ഈ ഭിന്നിപ്പ് വെച്ചുകൊണ്ടാണോ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? താഴെത്തട്ടിൽ പോലും ചിന്നിച്ചിതറിയ സംഘടനയെ തിരികെ ചലിപ്പിക്കേണ്ടവരായിരുന്നു ഇരുവരും. കേരളത്തിൽ ഇത്തവണ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് നേതൃത്വതലത്തിലെ ഐക്യമില്ലായ്മയും ഗ്രൂപ്പിസവുമാണെന്ന് പണ്ടേ ദേശീയ നേതൃത്വം വിലയിരുത്തിയതാണ്. ഇത് അവസാനിപ്പിക്കാനാണ് സീനിയർ നേതാക്കളെ അടക്കം മാറ്റി വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത്. കെ. സുധാകരൻ പാർട്ടിയുടെ തലപ്പത്തും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും എത്തിയപ്പോൾ തിരിച്ചടിയുടെ ആഘാതത്തിൽ നിന്ന് കരകയറുമെന്ന് സാധാരണ അണികൾ പോലും പ്രതീക്ഷിച്ചു. പക്ഷേ നിർണായക സമയത്ത് അണികളുടെ ആത്മവിശ്വാസം തകർക്കുന്ന അവസ്ഥയിലേക്ക് ഈ തലപ്പത്തെ പോര് മാറിയിട്ടുണ്ട്. BJP പച്ച തൊടാത്ത കോൺഗ്രസിന് ഇനിയും സാധ്യതകളുള്ള കേരളത്തിലാണ് ഈ അവസ്ഥയെന്നോർക്കണം. BJPയെ എതിരിടാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് ദേശീയ തലത്തിൽ പോലും സംസാര വിഷയമായി കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിയെ വെല്ലാൻ രാഹുലിനെ കഴിയൂ എന്ന വിശ്വാസത്തിൽ കോൺഗ്രസിനെ കൈമെയ് മറന്ന് പിന്തുണച്ച ന്യൂനപക്ഷ സംഘടനകൾ പോലും മാറി ചിന്തിച്ചു തുടങ്ങി. തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഇടതുപക്ഷമാകട്ടെ കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. കോൺഗ്രസിലെ നേതൃപോര് UDF മുന്നണിക്ക് തന്നെ തലവേദനയാണ്. പലവട്ടം പാർട്ടികൾ അതിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കെ. സുധാകരനും വി.ഡി. സതീശനും കഴിഞ്ഞില്ലെന്ന വികാരം ലീഗിനുണ്ട്. ഭിന്നതയുണ്ടാകുമ്പോൾ പാണക്കാട് നേരിട്ടെത്തി പ്രശ്നപരിഹാരം നടത്തിയിരുന്ന കെ. കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയം ഇത്ര നീളില്ലായിരുന്നുവെന്ന് ലീഗ് നേതാക്കൾ കരുതുന്നു. തമ്മിൽ ഐക്യമില്ലെങ്കിലും അതുണ്ടെന്ന് അണികളെയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്ന് ഇരു നേതാക്കളെയും വേദിയിലിരുത്തി മുതിർന്ന നേതാവ് AK ആന്റണി ഓർമ്മപ്പെടുത്തിയിട്ട് അധിക നാളായിട്ടില്ല. പക്ഷേ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രം. കാലിനടിയിലെ അവസാന മണ്ണും ഒലിച്ചു പോകും എന്ന് മനസ്സിലാകാത്തത് ഇവർക്ക് മാത്രമാണോ?